ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്നു നമുക്ക് 7ഉം 8ഉം ശ്ലോകങ്ങൾ പഠിക്കാം. ശ്രീമദ് നാരായണീയം ദശകം 18 പൃഥുചരിതം ശ്ലോകം 7. ആത്മാനം യജതി മഖൈസ്ത്വയി ത്രിധാമന്നാരബ്ധേ സതതമവാജി മേധയാഗേ സ്പർദ്ധാലു ശതമഖ ഏത്യ നീജവേഷോ ഹൃത്വാശ്വം തവ തനയാത് പരാജിതോ ഭൂത്. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലുകയെന്ന് നോക്കാം. ആത്മാനം ത് മാന്നാണ് മ. ആത്മാനം യജതി മഖൈ ത്വയി ചേർത്തിട്ട് മഖൈസ്ത്വയി ഖ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. ത്രിധാമൻ ആരബ്ധേ ധ എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയണം. ബ എന്നുള്ളതിൻ്റെ അടിയിലുള്ള ധ എന്നും നന്നായിട്ട് ഉറപ്പിച്ച് പറയാനുള്ളതാണ്. ഇവിടെ വരട്ടിട്ടുണ്ട്, അപ്പം നമ്മളത് ചേർത്ത് ചൊല്ലാനുള്ളതാണ്. ത്രിധാമന്നാരബ്ധേ ഈ ന എന്നുള്ളത് ഡബിളായിട്ട് ചൊല്ലണം. അപ്പോൾ ആന്നും കൂടി വരുമ്പോൾ ത്രിധാമൻ ആരബ്ധേ എന്നുള്ളത് ത്രിധാമന്നാരബ്ധേ അങ്ങനെ ചൊല്ലണം. സതതമവാജി മേധയാഗേ സതതമവാജിമേധ ധ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. ഈ വാക്ക് ഒന്നിച്ച് ചൊല്ലാനുള്ളതാണ്. സ്പർദ്ധാലു ശതമഖ സ്പർദ്ധാലു ധ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയാനുള്ളതാണ്. ശതമഖ എന്നുള്ളതിൻ്റെ ഖ എന്നും നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. സ്പർദ്ധാലു ശതമഖ രണ്ട് വാക്കായിട്ട് നമ്മൾ ചൊല്ലുകയാണെങ്കിൽ ഒരു ശാന്ന് മതി. ചേർത്ത് ചൊല്ലുമ്പോൾ ശാന്ന് ഡബിളായിട്ട് ചൊല്ലണം. സ്പർദ്ധാലു ശതമഖ ഏത്യ നീചവേഷോ നീട്ടിയിട്ട് ഹൃത്വാ അശ്വം ചേർത്തിട്ട് ഹൃത്വാശ്വം തവ തനയാത് പരാജിത അഭൂത് അത് ചേർത്ത് ചൊല്ലുമ്പോൾ പരാജിതോ ഭൂത് തോന്നി നീട്ടിയിട്ട് ഭൂത് എന്ന് പറഞ്ഞാൽ മതി. ഭൂ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. ആത്മാനം യജതി മഖൈസ്ത്വയി ത്രിധാമന്നാരബ്ധേ സതതമവാജി മേധയാഗേ സ്പർദ്ധാലു ശതമഖ ഏത്യ നീചവേഷോ ഹൃത്വാശ്വം തവ തനയാത് പരാജിതോ ഭൂത്. അടുത്തത് 8ാമത്തെ ശ്ലോകം. ദേവേന്ദ്രം മുഹുരിതി വാജിനം ഹരന്തം വന്നൗ തം മുനിവരമണ്ഡലേ ജുഹൂഷൗ രുന്ധാനേ കമലഭവേ ക്രതോസ്സമാപ്തൗ സാക്ഷാത്വം മധുരിപുമൈക്ഷഥാ സ്വയം സ്വം. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലുമെന്ന് നോക്കാം. ദേവേന്ദ്രം മുഹുർ ഇതി മുഹുരിതി വാജിനം ഹരന്തം വന്നൗ ഹ ന എന്നാണ് എഴുതിയത് വെച്ചാൽ നമ്മൾ ഉച്ചരിക്കുമ്പോൾ ന ഹ എന്ന് വരണം. അങ്ങനെയാണ് ഇതിൻ്റെ ഉച്ചാരണം വരിക. ബ്രാഹ്മണൻ എന്നൊക്കെ പറയണ പോലെ. വന്നൗ തം മുനിവരമണ്ഡലേ മുനിവരമണ്ഡലേ ണ ഡ എന്നാണ് ണ്ട് എന്നുള്ളത്. ട ഠ ഡ മൂന്നാമത്തെ ഡ എന്നാണ് മൃദുവായിട്ട് പറയാനുള്ളതാണത്. മുനിവരമണ്ഡലേ നീട്ടിയിട്ട് ജുഹൂഷൗ രുന്ധാനേ ന്ധ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. നാഥ എന്നാണ്. രുന്ധാനേ കമലഭവേ ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. ക്രതൗ സമാപ്തൗ ചേർത്തിട്ട് ക്രതോസമാപ്തൗ ചേർത്ത് ചൊല്ലുമ്പോൾ സാന്ന് ഡബിളായിട്ട് വരും. ക്രതോസമാപ്തൗ സാക്ഷാത് ത്വം ചേർത്തു ചൊല്ലുമ്പോൾ സാക്ഷാത്വം
മധുരിപും ഐക്ഷഥാ സ്വയം ചേർത്ത് ചൊല്ലുമ്പോൾ മധുരിപുമൈക്ഷഥാ സ്വയം. മധുരിപു, മധു എന്നുള്ളത് ധു എന്നുള്ളത് നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. ഐക്ഷഥ എന്നുള്ളതിൻ്റെ ക്ഷ എന്ന് ഊന്നി പറയാനുള്ളതാണ് ഥ എന്നുള്ളതും. സ്വയം ഡബിളായിട്ട് പറയണം ചേർത്ത് ചൊല്ലുമ്പോൾ. സ്വം, അങ്ങനെ നിർത്താം. ദേവേന്ദ്രം മുഹുരിതി വാജിനം ഹരന്തം വഹ്നൗ തം മുനിവരമണ്ഡലേ ജുഹൂഷൗ രുന്ധാനേ കമലഭവേ ക്രതോസ്സമാപ്തൗ സാക്ഷാത് ത്വം മധുരിപുമൈക്ഷഥാ സ്വയം സ്വം. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ. ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.